ലാൽ സലാം മോഹൻലാലിൻ്റെ തുടരും സിനിമയുടെ ലേറ്റ് നൈറ്റ് ഷോസും അല്ലെങ്കിൽ ഈവനിങ് ഷോസിൻ്റെയുമൊക്കെ തിരക്ക് നമുക്ക് ഇവിടെ ഒന്ന് കാണാം. ഇത് എറണാകുളത്തെ ഒരു പ്രശസ്തമായ തിയേറ്ററുകളിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ കാണുന്നതാണ്. 2ഓളം ഷോകളാണ് ഒരേ സമയത്ത് 10 മിനിറ്റ് ഗ്യാപ്പിൽ ഈ ഒരു തിയേറ്ററിൽ നടക്കുന്നത്. ചാനൽ ഇതിനിടയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഈ ഒരു വീഡിയോ പകർത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുകയാണ്, നല്ല ഒരു സിനിമ കിട്ടിക്കഴിഞ്ഞാൽ മലയാളികൾ ഇടിച്ചു കയറുമെന്നുള്ളത്. ഇതിനോടകം തന്നെ 50 കോടി കടന്ന് 65 കോടിയിലേക്ക് സിനിമ ഇന്നത്തേക്ക് കുതിച്ചു പായുകയാണ്. അതായത് ഒരു തിയേറ്ററിലും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ തന്നെയാണ് സിനിമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനത്തിൽ ഒരു ചെറിയ പതുങ്ങൽ എന്ന് പറയാം. സാധാരണ സിനിമകളെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് അതിൻ്റെയൊക്കെ മാക്സിമമാണ്. അതായത് പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല, 75% ഒക്യുപ്പൻസി. അതാണ് നമ്മൾ പറഞ്ഞ പതുങ്ങൽ. പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് 87% ഒക്യുപ്പൻസിയിൽ 2-ാം ദിവസവും ഇന്ന് ഞായറാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ തന്നെ 85%. അതായത് ഇന്ന് ലേറ്റ് നൈറ്റ് ഷോസും കാര്യങ്ങളുമൊക്കെ കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ 95 അല്ലെങ്കിൽ 93% ഒക്യുപ്പൻസി. അതാണ് കൊടൂരം എന്ന് തന്നെ പറയുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം സിനിമ നേടിയിരിക്കുന്നത് ഇപ്പോൾ 20 കോടിയോളം എന്നുള്ള ആ ഒരു മാജിക്കൽ ഫിഗർ വെറും 2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസം പകുതിയാകുമ്പോഴുള്ള കണക്കുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ഒരു തിയേറ്ററിൽ എറണാകുളത്തുള്ള തൃപ്പൂണിത്തുറ എന്ന സ്ഥലത്തുള്ള നമുക്ക് ന്യൂ സെൻട്രൽ തിയേറ്റർ എന്ന് പറയുന്ന ടാക്കീസ് എന്ന് പറയുന്ന തിയേറ്ററിലാണ് ഇവിടുത്തെ ആ ഒരു ഷോ നിങ്ങൾക്ക് കാണാം എത്രത്തോളമാണ് തിരക്ക് എന്നുള്ളത്. അത്ര അതിഗംഭീര കൊടൂരമായിട്ടുള്ള തിരക്കുകളാണ്. ഒരുപാട് ഷോസുകൾ ഈ ഒരു തിയേറ്ററിൽ കളിക്കുന്നുണ്ട്. എല്ലാ ഷോകൾക്കും അങ്ങനെ തന്നെയാണ്. ഇവിടെ മാത്രമല്ല, ഒരുപാട് തിയേറ്ററുകളിൽ ഇങ്ങനെ തന്നെ കാണാം. നമ്മൾ ഇനി അടുത്ത ഒരു തിയേറ്ററും കാര്യങ്ങളുമൊക്കെ ആയിട്ട് തന്നെ ഇതേപോലെ ഒരു വീഡിയോയുമായിട്ട് വരാം. നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ ഇതിന് കിട്ടുന്ന വ്യൂസും കാര്യങ്ങളുമൊക്കെ ആയിട്ട്. എന്താണെങ്കിലും നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കാം, അതിഗംഭീരമെന്ന് തന്നെ പറയാം. ഒരു പോസിറ്റീവ് റെസ്പോൺസിൽ ഒരു സിനിമ വന്നാൽ ഏത് റേഞ്ചിലാണ് മോഹൻലാൽ പവർ വരുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കാം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ വന്നത് വെറും ആവറേജ് വ്യൂവിലൂടെ വന്ന സിനിമകളാണ്. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ്, ഹെവി പോസിറ്റീവ് ഒരു സിനിമ വന്നപ്പോൾ എന്താണ് ബോക്സ് ഓഫീസിനെ പഞ്ഞിക്കടൽ എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അതെ, അത്ര കൊടൂരമായിട്ടുള്ള തിരക്കുകളാണ്. സാധാരണ നല്ല സിനിമകൾ വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് റോസ് ഒക്കെ ഒഴിവായിരിക്കാം. ആദ്യ 2-3 ദിവസമൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഒക്കെ അങ്ങനെ കാണാം. ഇവിടെ ഒരു സീറ്റ് പോലും ഇല്ല. അത്രയ്ക്ക് ടൈറ്റായിട്ട് തന്നെ കാര്യങ്ങൾ ഓടുന്നു എന്നുള്ളതാണ്. ബുക്ക് മൈ ഷോയിൽ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയും ഇല്ലാത്ത ലെവലിലാണ് അത്.